ഇന്നത്തെ റെസിപ്പി കുറുകിയ ചാറോട് കൂടിയുള്ള ചെമ്മീൻ കറിയാണ്. ഈ ഒരു ചാറ് മാത്രം മതി ചോറുണ്ണാനായിട്ട്. ഇത് വാളൻപുളി ചേർത്തോ കൊടംപുളി ചേർത്തോ മാങ്ങ ചേർത്തോ ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുക. കൂടെ തന്നെ വെളുത്തുള്ളി ചേർക്കുക. ചെറിയ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2ആയിട്ട് കീറി ചേർക്കുക. ഇതൊരു 5 സെക്കൻഡ് എണ്ണയിലൊന്ന് ഇളക്കിയെടുക്കുക. ഇത് മതി. ഇനി ഇതിലോട്ട് ചെറുള്ളി ചേർക്കാം. അരക്കപ്പിനടുത്തായിട്ട് ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ചെറുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരല്പം നേരം കൂടി ഒന്ന് വഴറ്റിയാൽ മതി. ചെറുള്ളിക്ക് പകരമായിട്ട് സവാള ചേർക്കുക, ഇല്ലെങ്കിൽ രണ്ടും കൂടെ അല്പം മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഏറ്റവും നല്ലത് ചെറുള്ളി മാത്രമായിട്ട് ചേർക്കുന്നതാണ്. ഉള്ളിയുടെ പാകമായിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. തീ നല്ലോണം കുറച്ച് വയ്ക്കുക. അതിന് ശേഷം വേണം പൊടികൾ ചേർക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 സ്പൂണിന് അല്പം കുറവായിട്ട് ഈ ഒരളവിൽ മല്ലിപ്പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. കുറഞ്ഞ തീ തന്നെ പൊടി നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 25-30 സെക്കൻഡ് നേരത്തോളം ഇളക്കി കൊടുക്കുക. പൊടി പാകത്തിന് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുക. അതറിയാവുന്നവർക്കറിയാം. ഇല്ലെങ്കിൽ സ്മെല്ല് വരുന്നത് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ടൈം പറഞ്ഞത്. ഒരു 25-30 സെക്കൻഡിനുള്ളിൽ അത് കറക്റ്റാവും. കുറഞ്ഞ തീയിലാവണം. ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കുക. വീണ്ടും തക്കാളിയൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് കുഴഞ്ഞ് വരണമെന്നില്ല. അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. തക്കാളി നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് പൊടിയൊക്കെ തക്കാളിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുവേ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേന് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വളരെ കുറച്ച് മതി. 1 തവി വെള്ളം അത്ര ഒഴിച്ചാൽ മതി. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയാൽ മതിയേ. അപ്പോൾ തക്കാളി നല്ലതായിട്ട് ചൂട് പിടിച്ചിരിക്കുകയാണ്. ഒന്നാ തവി വെച്ചൊന്ന് കുത്തി കൊടുക്കാമെങ്കിൽ ഒന്ന് ഉടഞ്ഞു വരുന്നതായിട്ട് കാണാം. അത്ര മതി. ഇത് പാകമായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ കോരി മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടാം. നല്ലവണ്ണം ആറിയതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ചട്ടിയിൽ പറ്റിപ്പിടിച്ചിരിപ്പില്ലേ, കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അരച്ചെടുക്കാനായിട്ട് ഈ വെള്ളം കൂടെ ചേർക്കാം. വീണ്ടും അതേ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഒരു 7-8 വെളുത്തുള്ളി ചേർക്കുക, ചതച്ച് ചേർക്കുക. കൂടെ തന്നെ ഇഞ്ചി ചേർക്കുക, 1/4 സ്പൂണോളം. ഇനി ഇത് രണ്ടും ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങും. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതായിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ച് അതുകൂടി ചേർക്കാം. മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. കൂടെ അരയ്ക്കാനായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ലോങ് ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസിൻ്റെ അളവിൽ. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കുക. കൂടെ തന്നെ 1-2 പച്ചമുളക് ചേർക്കാം. ഇനി പുളിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കുടംപുളിയാണ്, ഇല്ലെങ്കിൽ വാളംപുളി ചേർക്കാം. ഒരല്പം വളരെ കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ചേർക്കുക. ഇനി നല്ലോണം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വാളൻപുളിയാണ് ചേർക്കുന്നെങ്കിൽ ചെറിയ നെല്ലിക്ക വലിപ്പം നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് ചേർക്കുക. ഇനി ഇത് മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെമ്മീൻ ചേർക്കണം. അപ്പോൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചെമ്മീൻ ചേർക്കുക. ഞാനിവിടെ 400 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതല്പം വലിപ്പമുള്ള സൈസാണ്. ഇതിൻ്റെ മുതുകത്തുള്ള ഞരമ്പൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 കിലോ വരെ ഈ ഒരളവ് മസാലയിൽ ചേർക്കാവുന്നതാണ്. ചെമ്മീൻ്റെ മുകളിൽ ചാറ് വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ഇനി ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. അത് ചെമ്മീൻ വെന്തിട്ടാണ് ചേർക്കുന്നത്. ഇത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തീ അല്പം കൂട്ടി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ ചെമ്മീൻ പാകത്തിന് കുക്കായിട്ട് കിട്ടും. ഓവറായിട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ കട്ടിയാകും. അതായത് ചെമ്മീൻ ചാറൊഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കുക. വറ്റിച്ച് ചാറ് കുറുകാൻ നോക്കിയിരിക്കും തോറും ചെമ്മീൻ ഹാർഡായിക്കൊണ്ടിരിക്കും. അപ്പം ഇത് പാകത്തിനായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് പുളി കൂടുതലാണ് ടേസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഒരു പുളി അങ്ങ് എടുത്ത് മാറ്റുവാണ്. ഒരു പുളി കിടപ്പുണ്ട്. കുടംപുളി ചേർത്താൽ ഇങ്ങനെ ഒരു പ്രയോജനമുണ്ട്. ആവശ്യത്തിന് പുളി ആയിക്കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. എന്നാൽ പിന്നെ കുറച്ച് ചേർത്താൽ പോരേ എന്നൊരു ചോദ്യം ഉണ്ടാകാം. ശരിയാണ്. ഞാൻ വാങ്ങുന്ന പുളി, ചില പുളി പെട്ടെന്ന് അതിൻ്റെ പുളി ഇറങ്ങും. ചിലത് കുറേ നേരം കറിയിലിട്ടാലേ പുളിയാവത്തുള്ളൂ. ഇപ്പോൾ ചാറൊക്കെ പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഈ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ പാകമായിക്കോളും. ചെമ്മീൻ സോഫ്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്. തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം ഒരു 1/4 കപ്പിന് താഴെയായിട്ട് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. ഇതിൽ അല്പം കൂടി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് തേങ്ങാപ്പാൽ ചേർത്തത്. ഇത്രയല്ല, ഇത് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കറിയുടെ കളറ്, ആ ചുമന്ന കളറ് കുറച്ചൊന്ന് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. തീ കുറച്ചിട്ടിട്ട് വേണം തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഞാൻ ഒട്ടും നനവില്ലാത്ത കുറച്ച് കറിവേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയോടെ ചേർത്ത് ലാസ്റ്റിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കറി കുറേശ്ശെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേന് കളർ ഒന്നുകൂടി ഡാർക്കാവും, റെഡ് കളറാകും. എണ്ണയൊക്കെ കുറച്ചൊന്ന് തെളിഞ്ഞും വരും. ചാറ് കുറുകുകയും വരും പാകത്തിന്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും അരപ്പിൻ്റെ കൂടെ ചേർക്കുന്ന വെള്ളമാണ്. ഒത്തിരി വെള്ളം ഒഴിച്ച് കുറേ നേരം ഇട്ട് തിളപ്പിച്ച് ഓവർ കുക്ക് ആകാതിരിക്കുക. മാങ്ങ ഇതിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ചെമ്മീനോടൊപ്പം തന്നെ മാങ്ങയുടെ ചേർക്കുക. ആ 5-10 മിനിറ്റ് കൊണ്ട് മാങ്ങയും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും, ഉടയാതെ. അപ്പോൾ പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.